മോർണിംഗ്. ഇങ്ങനെ ടെറസിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മുടെ ടെറസ് ഗാർഡൻ, മോളീസ് ഗാർഡനിൽ. ഇപ്പം മഴ ആയതുകൊണ്ട് ഒരു പരിപാടി നടക്കുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ മഴയൊന്ന് മാറി നിൽക്കുന്ന ദിവസം. അപ്പോൾ നമ്മുടെ ചേട്ടൻ വന്നിട്ടുണ്ട്, ചന്ദ്രശേഖരൻ നായർ ചേട്ടൻ. കുറച്ച് കൂടുതൽ പണിയുണ്ട്. അതായത് ഇത് കണ്ടോ, പനിക്കൂർക്ക കാട് പിടിച്ചു. ഈ ഒരു ഏരിയ മൊത്തം പനിക്കൂർക്ക കൊണ്ട് നിറഞ്ഞു. ഇതാണ് ഒറിഗാനോ എന്ന് പറയുന്ന നമ്മുടെ ഇറ്റാലിയൻ സ്പൈസ്. ഒറിഗാനോ എന്ന് പറയുന്ന ഇറ്റാലിയൻ സ്പൈസ് എന്നാണ് പറയുന്നത്. ഇഷ്ടംപോലെ. ഇതിനകത്ത് വല്ല പാമ്പ് കയറിയിരുന്നാൽ പോലും നമ്മളറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കംപ്ലീറ്റ് മാറ്റണം. ആ മണമുള്ളതുകൊണ്ട് പാമ്പ് കയറത്തില്ല. അത് ശരിയാ. ചെറിയ മണമല്ല, നല്ല മണമാണ്. നമുക്ക് ഒരു മൂട് വെച്ചിരുന്നാൽ മതി. എനിക്കറിയാം, അത് കുഞ്ഞുങ്ങൾക്ക് വാട്ടി തലയിലിട്ട് കൊടുക്കും. നൈസ്, നല്ല ഹെൽത്തി ആയിട്ട്. ഒരു മൂട് എടുത്തിട്ട് ഒരു എണ്ണം നമുക്ക് ചട്ടിയിൽ വളർത്താം, അത് മതി. ഇവിടെ ഒരെണ്ണം വെച്ചാൽ ഇനി വീണ്ടും ഇതുപോലെ കാടാകും. ഇത്ര ഇതല്ല നല്ലത് തന്നെ. യെസ്. കണ്ട വേര് വരുന്നുണ്ട് ഇതിലെല്ലാം. ഫുള്ള് വേര് വന്ന് പെട്ടെന്ന് സ്വന്തമായിട്ട് അങ്ങ് സ്പ്രെഡ് ആകും. അടിപൊളിയായിട്ട് വളരുന്നൊരു കാര്യമാണ്. അതെ, വെള്ളം കിട്ടുന്നുണ്ടല്ലോ ഇപ്പൊ, മഴക്കാലം കൂടെ അല്ലേ. കോവയ്ക്ക ഇടയ്ക്കിടയ്ക്ക് പറിക്കുന്നുണ്ട്. ആ ഉണ്ട്, കുറച്ച് കഴിച്ച് പിന്നെയും വരും. ആണോ? ഓക്കെ. നമ്മൾ വീണ്ടും വെട്ടിയിട്ട് വന്നതല്ലേ ഇത്? ഇത് നമ്മുടെ ഇഞ്ചി അല്ലേ ഏട്ടാ? ഇഞ്ചി അന്ന് മാറ്റി നട്ടത്. ആ, ഇതെല്ലാം ഇഞ്ചി തന്നെയാണ്. ആ, ഇഞ്ചി നമുക്ക് ഒരുപാട് വിളവെടുപ്പ് നടന്നതാണ്. നിക്ക്. അയ്യോ, അത് മറ്റേ ചീരയല്ലേ? അതിനെ കളയാണോ? മൈസൂർ ചീര. പിന്നെ ഇവിടെയൊക്കെ എന്താ, പച്ചമുളക് പൂത്ത് കിടക്കുന്നു. ഇതെല്ലാം പിന്നെ കായ വരും. ചേട്ടാ ഇത് നോക്കൂ, ഒരു വള്ളി. ഈ പയർ ഇവിടെ ഇതിനകത്തൊരു പയറുണ്ടായിരുന്നല്ലേ ഈ ചട്ടിയിൽ? അതിങ്ങനെ പടരുകയാണല്ലോ. പക്ഷെ ഇതിങ്ങോട്ട് പടർന്ന് ഇതിന്റെ അതോ പറിക്കാൻ പറ്റില്ല. കമ്പി വഴിയാ? ഓക്കെ. ചട്ടിയിൽ വരെ ഉണ്ട്. ആ, പക്ഷെ ചട്ടിയിൽ നിന്നോട്ടെ. ആ, ഓക്കെ. ഓക്കെ. പയറിങ്ങനെ വളരുന്നുണ്ട്. നോക്കൂ കേട്ടോ, ഈ പയറിന്റെ വിശേഷം നോക്ക്. ഇത് കുറച്ച് ഇലയൊക്കെ കേടായിരിക്കുന്നുണ്ട്. എന്താ അത്, ചീത്തയോ? ഇതുണ്ടല്ലേ, ചാമ്പലും ഉണ്ട്. ചാമ്പലും മഞ്ഞപ്പൊടിയും കൂടെ അവിടെ എടുത്ത് മരക്കലക്കി കലക്കി അങ്ങനെ ചെയ്യും. പക്ഷെ ഇതിൽ കുറെ എണ്ണം അതിന്റെ ഇലയൊക്കെ നാശമായിരിക്കും. ഓക്കെ. പച്ചമുളക് ഈ ഒരു മൂട് നന്നായിട്ട് കായ്ച്ചു നിൽക്കുന്നു. ഇപ്പൊ ഇവിടെ പച്ചമുളക് നമ്മൾ വാങ്ങിക്കാറില്ല, എല്ലാം ഇവിടെ നിന്ന് തന്നെ പറിക്കുന്നത് മോസ്റ്റ്ലി. നമ്മുടെ ഒരു പേരൊരു ചെറിയ പേര വളരുന്നത്, അതിലേക്ക് പയറ് പടർന്നു കയറുന്നു. കീരി തോണ്ടിയതാണോ ഇത്? പാമ്പുണ്ടെന്നല്ലേ? കീരിക്ക് എന്താ കാര്യം ഇവിടെ? ഇതിന്റെ മൂട് തോണ്ടി കളച്ച് തൊട്ടടുത്ത് വെച്ചാണ്. ആണോ? ഇതെല്ലാം കീരിയുടെ പ്രവർത്തനങ്ങളാണല്ലേ? നമ്മുടെ ഇതിപ്പോ കാര്യമായിട്ട് ഇര കിട്ടാൻ വേണ്ടിയാണല്ലേ? പച്ചമുളക്. പന്നി, ഇവിടെ പന്നി വന്നു തുടങ്ങിയില്ല എന്തായാലും, ടെറസിലായതുകൊണ്ട്. ചൈനീസ് കറിവേപ്പില. പക്ഷെ ഇവിടെ നോക്കിയേ ചേട്ടാ, ഇവിടെ കംപ്ലീറ്റ് നാശമായി കേട്ടോ. ഈ ഭാഗം, ഈ ഇല ഇതെല്ലാം വെട്ടണം. ഇത് പുതിയ നടാം. കണ്ട, ഇതെല്ലാം ഇലയും പുഴു വന്നിട്ട് കത്തിരിക്കയുടെയൊക്കെ ഇലയെല്ലാം പോയി. പുഴു. പച്ചമുളക്, വെണ്ട, അതൊക്കെ വിത്തിന് നിർത്തിയിരിക്കും. ചേട്ടൻ വരുമ്പോൾ ഒരു ആശ്വാസമാണ്. ഒരു ക്ലിയറിങ് പ്രോസസ്സ് നടക്കും. ഇവിടെ കുറച്ച് പണിയുണ്ട്, എല്ലാം കുറേ വെട്ടി കളയേണ്ടി വരും. പിന്നെന്താ, ടൊമാറ്റോ. യെസ്, ചെറുതായിട്ട് കുഞ്ഞു ടൊമാറ്റോ ഉണ്ടാവുന്നത്. ഇത് നോക്കൂ, ഈ കറിവേപ്പില എന്താ ഇങ്ങനെ കുത്തായത് ഇലയിലെല്ലാം? ഒരു ഐഡിയ ഇല്ലല്ലോ. പക്ഷെ അതിന്റെ ഗുണമൊന്നും കാണുന്നില്ലല്ലോ. വള്ളിച്ചീര കേട്ടോ, നാടൻ കരിവേപ്പില ആയിക്കോട്ടെ. പക്ഷേ അതിന്റെ ഇല കണ്ടോ? അതായത് ഇത് കംപ്ലീറ്റ് ചാക്കിലാക്കി കൊടുക്കാൻ പറഞ്ഞിരിക്കുക സാറ് പോയിച്ചേട്ടൻ. അതായത് നമ്മുടെ ഫാം ഹൗസിലേക്ക് കൊണ്ടുപോയി അവിടെ നടാന്നാണ് പറഞ്ഞത്. എന്തായാലും നടുന്നുണ്ടല്ലോ എവിടെയെങ്കിലും, അത് മതി. ഒരു വഴുതനയ്ക്ക ഇവിടെ കിടക്കുന്നു. പക്ഷെ ഇത് കംപ്ലീറ്റ് നോക്കിയാൽ പുഴുക്കുത്ത് പോലെയായി കംപ്ലീറ്റ്. നമ്മൾ വളമൊന്നും എന്താ പറയുക, കെമിക്കലൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. നാച്ചുറലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇത് നമ്മുടെ രമ്പ ഇല. ഇവിടെ ഒരു മൂട് ഞാൻ അന്നാ കാട്ടാക്കട ചന്തയിൽ നിന്ന് വാങ്ങിയിട്ട് വന്നതാണ്. യെസ്, അത് വളർന്നു തുടങ്ങി. അതെ.
2 നട്ടു, 1 പോയി. കരിവേപ്പില നിന്ന് കറിവേപ്പില ഒടിച്ചു വിടണം. ഓക്കെ, നമ്മുടെ കിളിയുടെ വീട്ടിലേക്ക് കയറുന്നു. കിളി വീട്. ഓക്കെ, ഇത് കംപ്ലീറ്റ് ഈ മരം അതിൻ്റെ വേര് താഴേക്ക് വന്നിട്ട് നമ്മൾ ഇരിക്കുന്ന ആ ഒരു ബെഞ്ച് പൊട്ടി കട്ട് ചെയ്യണം. അത് പോയി കേട്ടോ, ഈ മരം നാശമായി പോയി. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇതങ്ങ് വലുതായി. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ കിളികൾ നോക്കിയിരിക്കുന്ന. അയ്യോടാ പാവം കേട്ടോ. അതിൽ ഒരാളിരിക്കും നോക്ക് നടുക്ക് വന്നിട്ട്. അവനെ അത് കുഞ്ഞാന്ന് തോന്നുന്നു. ഒരാൾ നടുക്കുള്ള സ്പേസിലിരിക്കുന്നത് കുഞ്ഞാ, ചെറിയ ആള്. മുട്ട വീട് ഇറങ്ങിയിട്ട് അധികം ദിവസമായില്ല. ഇവിടുത്തെ ബഹളമൊക്കെ കണ്ടിട്ട് അവർ പേടിച്ചു. സിറ്റിംഗ് ബെഞ്ച് പൊളിഞ്ഞു പകുതി. ഇനി അതെങ്ങനെയെങ്കിലും ശരിയാക്കും. രാമചന്ദ്രയുടെ ബാക്ക് സൈഡ്, ബാക്ക് റോഡ്, ആ ടൈല് വരെ ഇളകി. അയ്യോ ദൈവമേ, അതിൻ്റെ വേര് പോയി. അതെ, അത് മരിച്ചാൽ മതി. അത് അവിടെ നിന്ന് പുത്തങ്ങോട്ട് പോയിട്ടുണ്ട്. അതോ അയ്യോ, ആ ഒരു റൂഫ് വഴി പുറത്തേക്കും ചാടി. മൊത്തം നാശകൂടാലിയായിട്ട് മൊത്തം കളയുവാണേ. ഇത് കുഴിപ്പള്ളത്തിൽ നിന്ന് വാങ്ങിയ മരമാണത്, ഓർണമെൻ്റൽ. അവർ പേടിച്ച് അവർക്കിപ്പോൾ മരമില്ല. പക്ഷെ അവിടെ ഒരു ഉണങ്ങിയ കമ്പുണ്ട്. ഇല്ല, ഇത്രേ ഉള്ളൂ. അത് പച്ചമരമായിരുന്നു, അതിപ്പോൾ ഉണക്കമരമായി. ഇതിനകത്ത് നിന്ന് പെട്ടുപോയി. പക്ഷെ കുഴപ്പമില്ല, അവർക്കൊരു ബ്രാഞ്ച് ഉണ്ടല്ലോ, അത് മതി. ഇത് ഇവിടെ ലൈവ് പ്ലാന്റ് ഇനി അവർക്ക് ശരിയാവില്ല എന്ന് മനസ്സിലായില്ലേ, കുറച്ച് മാറ്റി. ഓക്കെ ബേബീസ്, പോട്ടെ. ഇവർക്ക് ലൈവ് പ്ലാന്റ് പറ്റില്ല എന്ന് മനസ്സിലായി. ഇപ്പോൾ ഇത് ലൈവ് പ്ലാന്റ് ഉണങ്ങി കമ്പായി പോയി. അങ്ങനെ ഈ മരത്തിനെ നമ്മൾ സേവ് ചെയ്യാൻ തീരുമാനിച്ചു. നമ്മുടെ ഫാം ഹൗസിലേക്ക് കൊണ്ടുപോകാം. അവൻ വലുതാവുന്നെങ്കിൽ അവിടെ നിന്ന് വലുതാവട്ടെ. താഴെ ഇപ്പോൾ കാർ ഷെഡിൻ്റെ അവിടെ കൊണ്ട് വെച്ചിട്ട് ചേട്ടൻ കൊണ്ടുപോകുമ്പോൾ ഈ പനിക്കൂർക്കൊക്കെ കൊണ്ടുപോകാൻ പ്ലാനുണ്ട്. അതിൻ്റെ കൂടെ ഇവനെയും കൂടി കയറ്റിവിടാം. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടുത്തെ ഗാർഡൻ വിശേഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് നല്ല പണിയുണ്ട്. എന്നിട്ട് വളമൊക്കെ അല്ലേ, നമ്മളിനി വളം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വളമൊക്കെ ഇടണം. അതായത് വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇടും. ഇന്ന് അത്യാവശ്യം വെയിലുണ്ട്, നല്ല വെയിലുണ്ട് കേട്ടോ. ഇന്ന് വന്ന ദിവസം മഴയില്ലാത്ത ദിവസമായതുകൊണ്ട് കാര്യങ്ങളൊക്കെ നടക്കും. ഇവിടെ എന്തെങ്കിലും വെക്കണമല്ലോ, ചീര വെക്കാം. രാവിലത്തെ പരിപാടിയെല്ലാം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി ഉച്ചക്കലത്തെ ലഞ്ച് ഉണ്ടാക്കണം. ഇവിടെ കുറച്ച് ബാത്റൂമിൻ്റെ പണി നടക്കുന്നുണ്ട്, ചെറിയ റെനോവേഷൻ. താഴത്തെ ബാത്റൂം ഒന്ന് നന്നാക്കുന്നു. അവിടുത്തെ കുറച്ച് വിശേഷം. അവിടെ എല്ലാം ഇടിച്ചിട്ടിരിക്കുന്നു. നമ്മുടെ കൊച്ചടുക്കളയിലാണ്. അപ്പോൾ നമ്മളൊരു ലഞ്ച് മേക്കിംഗ് ആണ് ഇന്ന് എൻ്റെ പരിപാടി. അപ്പോൾ വീട്ടിലേക്ക് ആവശ്യമുള്ള ലഞ്ച് ഉണ്ടാക്കാൻ പോകും. ഇപ്പോൾ പൊതുവേ മീൻ കഴിക്കൽ കുറവാണ് എല്ലാവരും. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നത്, ചേച്ചി മീനൊക്കെ കഴിക്കാമോ ഇപ്പോഴെന്ന്. അപ്പോൾ മീനൊക്കെ കഴിക്കാം, ചെറുമീനുകളും എല്ലാം കഴിക്കാം. പക്ഷേ മീനിൻ്റെ അവൈലബിലിറ്റിയാണ് ഇപ്പോൾ കുറവാണ്. മാർക്കറ്റിൽ അധികം കിട്ടുന്നില്ല, കിട്ടുന്നത് തന്നെ വലിയ വിലയാണ്. പുറംകടലിലൊക്കെ പോയി പിടിച്ചുകൊണ്ട് വരുന്ന മീൻ കഴിക്കുന്നതിൽ എന്താ തെറ്റ്? ഇവിടെ നമുക്ക് ഈ ഭാഗത്ത്, അതായത് നമുക്ക് ഉൾക്കടലിലോട്ടല്ലല്ലോ നമ്മുടെ ഇഷ്യൂ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായി പറയാൻ എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ മീൻപിടുത്തം ഇപ്പോൾ മഴക്കാലവും ട്രോളിങ്ങും ഒക്കെ ആയതുകൊണ്ട് കുറച്ച് കുറവാണ് ഫിഷിൻ്റെ ഒരു അവൈലബിലിറ്റി. അതുകൊണ്ടാണ് എന്തായാലും മീൻ കഴിക്കാൻ പറ്റുന്നില്ല. ഇവിടെയും കുറേ ദിവസമായി മീനൊക്കെ കഴിച്ചിട്ട്. നമുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടാക്കാൻ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഒരുപോലെയല്ല, കുറച്ച് മാറ്റങ്ങൾ എപ്പോഴും ഉണ്ടാവുമല്ലോ. ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആദ്യം ഒരു എളുപ്പ സാമ്പാർ. ചൗ ചൗ എന്ന് പറയുന്നൊരു വെജിറ്റബിൾ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അതെ, ഇതാണ് വെജിറ്റബിൾ ചൗ ചൗ. ഓക്കെ, ഇത് വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കാൻ പോകണം. ചൗ ചൗ സാമ്പാർ ഇൻ കുക്കർ, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒറ്റ എന്താ പറയുക 1 pot ഡിഷ് പോലെ അത് ചെയ്യാം. പിന്നെ 1-2 കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു പുതുമയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇഞ്ചി കൊണ്ടുള്ള ഒരു തീയൽ, ഇഞ്ചി തീയൽ. അപ്പോൾ ഇഞ്ചി തീയലാകാം, ചൗ ചൗ സാമ്പാർ. പിന്നെ ഞാൻ ആലോചിച്ചത് ഒരു കിച്ചടി ഉണ്ടാക്കാം. കിച്ചടി പച്ചടി ആ മോഡലിൽ, ദാറ്റ് ഈസ് കോവയ്ക്ക പച്ചടി. ഇപ്പോൾ എല്ലാം ഞാൻ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നു ഞാൻ ഏതൊക്കെയാണെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നൊരു ഇതപ്പോൾ ഒരുപാട് ലെങ്ത് കൂട്ടുന്നില്ല. തുടങ്ങാം. എല്ലാം സെറ്റ്. ഇത് നോക്കിയേ, ഒരു 3 വലിയ തക്കാളി ചെറിയ സ്ക്വയർസ് ആക്കിയിട്ടുണ്ട്. ഇത് ഒരു ചൗ ചൗ, ഒരു ചെറിയ ഒരുപാട് ചെറുതല്ല, അങ്ങനത്തെ സ്ക്വയർസ് ആക്കി. ഒരു വലിയ സവാളയും മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നോക്കിയേ, ഇത് ചെറുപരിപ്പിലാണ് ഞാൻ ചെയ്യുന്നത്, സാമ്പാർ പരിപ്പല്ല, ചെറുപരിപ്പ് ഒരു 1/2 കപ്പ്. ഒന്ന് വറുത്തതാണ്, വറുത്ത ചെറുപരിപ്പ് കഴുകി സെറ്റ് ചെയ്ത് വെച്ചു. ഇനി എല്ലാം കൂടി ഇട്ട് കുക്കറിലേക്ക് ആദ്യം ചെറുപരിപ്പ്, ഇത് ഡ്രൈ ഫ്രൈ ചെയ്തിട്ട് കഴുകിയതാണ്.
ഈ ചെറുപരിപ്പെന്ന് പറഞ്ഞാൽ പയറിൻ്റെ പിളർന്ന പയറാണ്, വിത്തൗട്ട് സ്കിന്ന്. നമ്മൾ ചെറുപ്പം പരിപ്പുണ്ടാക്കാനൊക്കെ ഉപയോഗിക്കില്ലേ, അതന്നെ. സവാള, ഇത് ഒരു സവാളയാണ്, ഇച്ചിരി വലുതായിരുന്നു. ഇനി ചൗ പീസസ് 3 തക്കാളി, ഒരു ചെറിയ കഷ്ണം കായം. ഇതിങ്ങനെ കായക്കട്ടയിൽ നിന്ന് എടുത്താണ്. ഇതിങ്ങനെ ഇതിനകത്ത് കിടന്നെല്ലാം കൂടി അലിഞ്ഞോളും. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു പിരിയൻ മുളകാണ്, ഏകദേശം ഒരു 1.25 ടേബിൾ സ്പൂൺ, 1.5, അത് എരിവിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഞാൻ 1.25 ടേബിൾ സ്പൂൺ ചേർത്തു. മല്ലിപ്പൊടി ഒരു 3/4 ടേബിൾ സ്പൂൺ, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കുക. ഏകദേശം എല്ലാ കാര്യങ്ങളുമായി. ഒരു സാമ്പാറിന് ആവശ്യമുള്ള പ്രധാന കാര്യങ്ങളെല്ലാം. ഉപ്പ്, കഷ്ണങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പ് സാമ്പാറിന് വേണമെങ്കിൽ പിന്നെ ചേർക്കാം നമുക്ക്. ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വേവിക്കാം. ഇനി വെള്ളം ഒഴിക്കാം. നല്ലൊരു മിക്സിങ്. ഇനി 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. മതി. ഇനി കുക്കർ അടയ്ക്കുന്നു, വേവിക്കുന്നു. 2 വിസിൽ. ഒരു ഫസ്റ്റ് വിസിൽ വന്നിട്ട് തീ അല്പം കുറയ്ക്കുക, എന്നിട്ട് വീണ്ടും 1 വിസിലും കൂടി വന്നോട്ടെ. അപ്പോൾ 1 or 2 വിസിൽ വന്നാലും കുഴപ്പമില്ല. ഇനി അടുപ്പ് കത്തി, തീപ്പെട്ടി. ഇവിടെ വരുമ്പോഴാണ് ഞാൻ ശരിക്കും തീപ്പെട്ടി ഉപയോഗിക്കുന്നത്. അതൊരു സന്തോഷമാണ്. അപ്പോൾ 1 വിസിൽ വരട്ടെ, അത് കഴിഞ്ഞ് തീ കുറച്ചിട്ട് ഒരു 2 വിസിലും കൂടി ആയാലും കുഴപ്പമില്ല. എന്തായാലും ഇത് നന്നായിട്ട് വെന്ത്, നല്ല പരിപ്പൊക്കെ വെന്ത്, ചൗവും ഒക്കെ വെന്തിട്ട് നല്ലതായിട്ട് ഉടഞ്ഞ് ഒന്ന് സെറ്റായി വരും. അപ്പോൾ ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വെന്ത്, അപ്പോൾ എല്ലാം ഒന്നും ആയിക്കോട്ടെ. അപ്പോൾ ഇത്രയും കാര്യം ഒരു സൈഡിൽ. അപ്പോൾ വേണമെങ്കിൽ ഇപ്പുറത്തെ അടുപ്പിലേക്ക് ഞാനിത് മാറ്റും. അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അതായത് നമ്മുടെ ഇഞ്ചി തീയലിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇഞ്ചി തീയലിന് വേണ്ട എന്താണ്? അപ്പോൾ കുക്കർ ഞാൻ അങ്ങോട്ട് മാറ്റി ഈ അടുപ്പിലേക്ക് നമ്മുടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി തന്നെ വെച്ചു. 1 കപ്പ് തേങ്ങ ആദ്യം ഒന്ന് നല്ല തീയലിൻ്റെ പാകത്തിനൊന്ന് വറുക്കാം. അതാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ തീയലിൽ പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടി, ഒരല്പം മല്ലിപ്പൊടിയും കൂടി ചേർക്കും. 1.5 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർക്കേണ്ടത്. ഇത് നല്ലതായിട്ട് അതിൻ്റെ വാട്ടറൊക്കെ ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഒന്ന് വലിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് വരും. അത് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി മുതലായ കാര്യങ്ങളൊക്കെ ചേർക്കേണ്ടത്. ഇപ്പോൾ അതേ കുറച്ചൊന്ന് ഡ്രൈ ആയി ചെറുതായി കളർ മാറാൻ തുടങ്ങുമ്പോൾ ഈ സ്റ്റേജിൽ ഇച്ചിരി വെളിച്ചെണ്ണ, ഒരുപാടൊന്നും വേണ്ട, ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇനി കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് മുരിഞ്ഞ് വരും. കൈയെടുക്കാണ്ട് ഇളക്കണം, അത് മസ്റ്റാണ്. യെസ്, ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ കളർ മാറി മാറി വരുന്നു, ഒരു ഗോൾഡൻ ബ്രൗൺ ആയി. പക്ഷേ ഇച്ചിരി കൂടെ ബ്രൗൺ ആയി കഴിഞ്ഞാലേ ആ ഒരു എന്താ പറയുക, ഒരു ഡാർക്ക് ഷെയ്ഡ് കിട്ടുള്ളൂ. പിന്നെ എണ്ണ തെളിയുന്നതൊക്കെ അങ്ങനെ കുറച്ചുകൂടി ഡാർക്കാകണം. നമുക്ക് കാണുമ്പോൾ തോന്നും ഓക്കെ ഇതാണ് കറക്റ്റ് കളറെന്ന്. അല്ല, ഇച്ചിരി കൂടെ ഒന്ന് ബ്രൗൺ ആകണം. പിന്നെ ഇതിന്നൊരു മൂക്കലുണ്ട്, അതും കൂടി കണക്കാക്കണം. കാര്യം ഈ ആയിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ചട്ടിയിൽ നിന്ന് മാറ്റവും വേണം. ഇത് മതി. ഇനി തീ ഓഫ് ചെയ്യുന്നു. എന്നിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഞാൻ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ ഒരു ചട്ടിയുടെ ഒരു ചൂടുണ്ടല്ലോ, അതാണ് മെയിൻ. മുളക് പൊടി ചേർക്കാം. ഒന്നര ടീസ്പൂൺ മാക്സിമം. 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി. അല്പം ഒന്ന് തണുക്കട്ടെ. ഇനി 1 കപ്പ് വെള്ളം എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു നെല്ലിക്ക, വലിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി, ഇത് കുതിർത്തിട്ട് പിഴിഞ്ഞെടുക്കാം. നമ്മുടെ തീയലിന് വേണ്ടിയിട്ടാണ് ഇതിവിടെ കിടക്കട്ടെ. അപ്പോൾ അതേ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ. ഇഞ്ചി ഇതൊരു 3 ടേബിൾ സ്പൂണുണ്ട്, ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്. പച്ചമുളക് 1 ചെറുതായി. ഇതൊരു 10-12
വലിയ ചെറിയ ഉള്ളിയാണ് കുറച്ച് വലിപ്പമുള്ളത്. ഒരു 10-12 എണ്ണം ഉണ്ടായിരുന്നു. അത് കനം കുറച്ച് നീളത്തിലരിഞ്ഞു. ഇനി ഈ എണ്ണയിലിട്ട് നല്ല മുരിച്ചെടുക്കണം. നല്ലൊരു കരുകരിപ്പായിട്ട് മൊരിക്കണം. ഇഞ്ചി നോക്കി നല്ലതായിട്ട് മുരിഞ്ഞു തുടങ്ങി. ഇനി ഈ ഒരു സ്റ്റേജിൽ തേങ്ങ കൊത്ത്, ഇതൊരു 1/2 കപ്പുണ്ട്, കനം കുറച്ച് അരിഞ്ഞതാണ്. ഉള്ളിയും കൂടി ചേർക്കും. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി മൂപ്പിക്കും. ഇതിൽ വേറെ കഷ്ണങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ അകത്തുള്ള പീസസ്. എന്തെങ്കിലും കിട്ടുകയാണെങ്കിലും ഈ തേങ്ങയുടെ പീസും ഇഞ്ചിയെല്ലാം വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ട് അതിൻ്റെ ഫ്ലേവർ മാത്രമേ കിട്ടുള്ളൂ. അത് കടിക്കാനായിട്ട് അങ്ങനെ കാണുമെന്ന് തോന്നുന്നില്ല. ചെറിയ പീസല്ലേ മുരിഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നോക്കിയേ, എല്ലാം പാകത്തിന് മൂത്തു. തേങ്ങയും തേങ്ങ ഇങ്ങനെ കാണണം. ഉള്ളിയൊക്കെ നല്ല മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി കംപ്ലീറ്റ് മുരിഞ്ഞു കഴിഞ്ഞു. അത് പൊടിയായിട്ടല്ലേ കൊത്തിയെടുത്തെ. പുളിവെള്ളം കൂടി ഒഴിക്കും. ഈ പുളിവെള്ളത്തിൽ കിടന്നൊന്ന് തിളയ്ക്കട്ടെ, വേഗട്ടെ. ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കും. ഇപ്പം നന്നായിട്ട് കുറച്ച് നേരമായി പുളി ഒഴിച്ചു. പുളി വെള്ളത്തിലും ഉപ്പിലും കിടന്നിങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അരച്ചുകൊണ്ടിരിക്കുന്നു. നോക്കിയേ, എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ടോ? ഇതാണ് ഒരു രീതി. ഇത്രയും അത് നന്നായിട്ടിങ്ങനെ ഓയിൽ വരുന്ന പോലെ തേങ്ങയിൽ നിന്നും. ഇനി ഇതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അരച്ചാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് അരച്ചത്. ആ ഒരു എണ്ണ തെളിയുന്നവരെ വിത്തൗട്ട് വാട്ടർ. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് ജാറിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് കലക്കി ഒഴിക്കാം. ബാക്കി അരപ്പ് വെള്ളത്തിൽ കലക്കി ഒഴിച്ചു. ഇതെല്ലാം കൂടി കിടന്ന് തിളയ്ക്കട്ടെ. തിളച്ച് കുറുകി എണ്ണ തെളിയണം. ഓക്കെ, അങ്ങനെ തീയൽ അടിപൊളിയായിട്ട് റെഡിയായി വന്നിരിക്കുകയാണ്. ചെറിയ തീയിലിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മളൊരു 1/2 കപ്പോളം ഇഞ്ചി ചേർക്കണം, ചെറുതായി അരിഞ്ഞത്. പിന്നെ ലാസ്റ്റ് ഏകദേശം ഒരിങ്ങനെ കുറുകി സെറ്റായി വരുന്ന സമയത്ത് ഇച്ചിരി ഇഞ്ചി പേസ്റ്റ്, നമ്മൾ സാധാരണ ജിഞ്ചർ പേസ്റ്റ് എന്ന് പറയില്ല, അതൊരല്പം കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറുകിക്കൊണ്ടിരിക്കുന്ന ഈ സ്റ്റേജിൽ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ആകാം. ഇത് നമ്മൾ വറുത്തരച്ച ഇഞ്ചിയല്ല, ഇത് ഇഞ്ചി നമ്മൾ വറുത്ത് ചേർത്തിട്ടുണ്ട് കൊച്ചായിട്ട്. ഇതൊരു ഇഞ്ചി പേസ്റ്റാണ്. സാധാരണ നമ്മൾ ജിഞ്ചർ പേസ്റ്റ് ഉണ്ടാവുമല്ലോ നമ്മുടെ കയ്യിൽ, അതിൽ നിന്നുമാണ് കുറച്ച് ചേർക്കേണ്ടത്. ഇനി വീണ്ടും ചെറിയ തീ കിടക്കട്ടെ, എണ്ണ തെളിയണം. അപ്പോൾ നോക്കിയാൽ കറക്റ്റ് എണ്ണയൊക്കെ തെളിഞ്ഞ് തീ ഓഫ് ചെയ്യുന്നു. അടിപൊളി ഇഞ്ചിക്കറിയെ പോലെ. ഇഞ്ചി ഉണ്ടെന്നേ ഉള്ളൂ, ഇഞ്ചിയുടെ ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ഇഞ്ചിക്കറിയെ പോലെ തോന്നില്ല. വേറൊരു ടേസ്റ്റാണ്. ഇത് നോക്കിയേ, എന്നാൽ ഇഞ്ചിയുടെ ടേസ്റ്റ് ഇങ്ങനെ കയറി നിൽക്കുകയും ചെയ്യും. തീയലിൻ്റെ ടേസ്റ്റും ഇഞ്ചിയുടെ ടേസ്റ്റും കൂടെ കമ്പൈൻ ചെയ്ത് വന്നാൽ ഇങ്ങനെ ഉണ്ടാവും. കടിക്കാനായിട്ട് ഇങ്ങനെ തേങ്ങ കൊത്തും ഉള്ളിയെല്ലാം കിട്ടും. എന്താ ടേസ്റ്റ് കാണുമ്പോൾ അറിയില്ല. ഇതെല്ലാം ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് സൂപ്പറായിട്ട് വന്നു. ഇനി ഒന്ന് താളിച്ചാൽ മാത്രം മതി. അപ്പോൾ ലാസ്റ്റുള്ള ഇഞ്ചി പേസ്റ്റ് ചേർക്കുന്നത് വിട്ടുപോകരുത്. അതും കൂടി ചേർക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, അത് സാധാരണ ഇത് തിളച്ച് കുറച്ച് കഴിയുമ്പോൾ ചേർക്കാം. പിന്നെ ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ ഈ ഒരു സ്റ്റേജിലാക്കി എടുക്കണം. ആദ്യം നമ്മൾ ചേർത്ത ഇഞ്ചി എല്ലാം നല്ല മുരിഞ്ഞ് ഇതിൻ്റെ കൂടെ കഷ്ണങ്ങളുടെ കൂടെ ചേർന്ന് കഴിഞ്ഞു. അടിപൊളി. ഞാൻ ഉപ്പ് നോക്കുകയായിരുന്നു. തീയൽ നമുക്കൊന്ന് തളിക്കാം. അതിൽ ഓൾറെഡി എണ്ണയൊക്കെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഒരുപാട് എണ്ണയൊന്നും വേണ്ട, കുറച്ച്. ഓക്കെ, 1 ടീസ്പൂൺ കടുകിടാം. തീ ഓഫ് ചെയ്യാം. നല്ല ചൂടാണ്, ഇതിൽ നടന്നിട്ട് നോക്കും. കറിവേപ്പില, തീയൽ ഓൾറെഡി ഇങ്ങനെ നല്ല എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുകയാണ്. ഇതും കൂടി വരുമ്പോൾ പെർഫെക്റ്റ്. ഓക്കെ, ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ എന്ത് ടേസ്റ്റ് ആയിരിക്കും. സെറ്റ്. നമ്മുടെ ഇഞ്ചി തീയൽ റെഡി. ഇവിടെയൊക്കെ നല്ലൊരു ഇഞ്ചിയുടെ മണം. ഇഞ്ചിക്കറിയൊക്കെ വയ്ക്കുന്ന പോലത്തെ ഒരു മണം, പക്ഷേ ഇഞ്ചിക്കറിയല്ല, ഇഞ്ചിത്തീയലത് തൊട്ടുകറിയാണേ.
പിന്നെ ഇനി നമ്മുടെ സാമ്പാറിൻ്റെ തീ ഓഫ് ചെയ്ത് വെച്ചു. കുക്കർ തുറക്കാൻ സമയമാകുന്നു, നോക്കാം. നല്ല മണം, സാമ്പാറിൻ്റെ മണം. കാരണം കായൊക്കെ ഇങ്ങനെ നല്ല കട്ടക്കായിട്ട് ഒറിജിനലാണ്. അതെല്ലാം കൂടി ചേർന്ന് നന്നായിട്ടൊന്ന് അടയ്ക്കാം. ടൊമാറ്റോ നമ്മൾ കൂടുതലാണ് ചേർത്തിരിക്കുന്നത്, 3 വലുത്. അത് കാരണം അതിൻ്റെ ഒരു പുളി എന്തായാലും ഇതിനകത്തുണ്ടാവും. ഉപ്പൊക്കെ നോക്കാം, കുറച്ച് ഉപ്പും കൂടി ആകാം. ഇത് സാമ്പാർ ഈ ഒരു ടൊമാറ്റോയുടെ പുളി മതി, നമ്മളല്ലാണ്ട് പുളി പിഴിഞ്ഞൊഴിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പുളി തന്നെ ധാരാളം മതി. ഇത് വ്യത്യസ്തമായൊരു സാമ്പാറാണല്ലോ, ഇത് ചൗ സാമ്പാറാണ്. അപ്പോൾ പുളിയൊന്നും ഒഴിക്കേണ്ട, ടൊമാറ്റോ മതി. എല്ലാം കൂടി കിടന്ന് ഓപ്പണായിട്ടൊന്ന് തിളയ്ക്കണം. ഇങ്ങനെ 5 മിനിറ്റായിട്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കൊഴുത്ത് ഞാൻ നന്നായിട്ട് ഉടച്ചു കൊടുത്തു തവി വെച്ചിട്ട്. കുറച്ച് കഷ്ണങ്ങളുണ്ടാവും. ടൊമാറ്റോ ഒക്കെ കുറേ ഉടഞ്ഞ് ചേർന്നു. പരിപ്പെല്ലാം നന്നായിട്ട് ചെറുപരിപ്പും ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട് ഉണ്ടല്ലോ. ഇത് ചയോട്ടി സ്ക്വാഷ് എന്നാണ് പറഞ്ഞത്. സ്ക്വാഷ് ഒരു ടൈപ്പ് ഓഫ് സ്ക്വാഷാണ്, ഇംഗ്ലീഷ് പേരാണ് പറഞ്ഞത്, ചയോട്ടി സ്ക്വാഷ്. ചൗ എന്നാണ്. തമിഴ്നാട്ടിലൊക്കെയാണ് ഇത് കുറേ കൂടെ പോപ്പുലർ. ഇത് തോരൻ വയ്ക്കാം, പല കറികൾ വയ്ക്കാം, കൂട്ട് വയ്ക്കാം. ഇത് നമ്മൾ സാമ്പാറാക്കുന്നു. ഏത് കാര്യത്തിനും എരിവ് പുളി എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും ഒരല്പം മധുരം, അതായത് ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ, ഇതിപ്പോൾ 1 ടീസ്പൂൺ ശർക്കര പൊടിച്ചത് അതും കൂടി ചേർക്കുന്നു. അതും കൂടി വരുമ്പോഴാണ് കറക്റ്റ്, എല്ലാം കൂടി ഒരു ബാലൻസ്. ഇനി താളിച്ചൊഴിക്കാം. താളിക്കുന്ന വേറൊന്നുമില്ല, 1-2 എക്സ്ട്രാ കാര്യങ്ങളും കൂടി ഞാൻ ചേർക്കും, കാണിച്ചു തരാം. കുറച്ച് വെളിച്ചെണ്ണ, ഒരു 1-1.5 ടേബിൾ സ്പൂൺ വരെ ആകാം ആയിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ കടുക്, ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി ചതച്ചതും, ഒരു 4 കൊച്ചുള്ളി നീളത്തിലരിഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ. ഇതൊന്ന് മൂത്ത് തുടങ്ങുമ്പോൾ വറ്റൽമുളക് ഇടാം, കറിവേപ്പില ഇടാം. എല്ലാം കൂടി ഒന്ന് മുരിയട്ടെ. കളറൊക്കെ മാറി തുടങ്ങുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക് ചേർക്കാം. 2, 3, 4 ഒക്കെ ചേർക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും. നമ്മുടെ മോളീസ് കാർഡും കറിവേപ്പില അടിച്ചത് നനഞ്ഞ് ഇപ്പോൾ ഓടിപ്പോയി എടുത്തുകൊണ്ട് വന്നതാണ്. തീ ഓഫ് ചെയ്യാം. ഇനി ഒരു ചൂടുണ്ട്, ആ ചൂടിൽ അത് മൊരി. ഇനി അല്പം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഒരു കളറൊക്കെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. ഈ ചൂടിൽ ആ മുളക് പൊടിയും മൊരിഞ്ഞ് കിട്ടും. ഇത്രയും മതി. നേരെ സാമ്പാറിൻ്റെ മുകളിൽ അങ്ങനെ ഒരു കിടുക്കാച്ചി സാമ്പാർ ഇസ് റെഡി. സൂപ്പർബാണ്. ഇത് ശർക്കര ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ പുളി ഞാൻ ചേർത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോയുടെ പുളി പോരാ എന്ന് തോന്നുകയാണെങ്കിൽ ഒരു അല്പം പുളിയും കൂടി വേണമെങ്കിലും ചേർക്കാം. എന്താണെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റങ്ങൾ വരുത്താം. ആഹാ, അടിപൊളി. അങ്ങനെ 2 കറികൾ റെഡിയായി കഴിഞ്ഞു. പുറത്ത് നല്ല മഴയുടെ ശബ്ദം കേട്ടു തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ഒരു പ്രതിഭാസമാണ് ഇപ്പോൾ മഴ, മൺസൂണല്ലേ. ഇനി നമ്മൾ 3ാമത്തെ കറിയിലേക്ക് പോകുന്നു. തൊട്ടുകറി കോവയ്ക്ക പച്ചടി. കോവയ്ക്ക റെഡി. ഒരുപാടൊന്നും എടുത്തിട്ടില്ല, നമ്മുടെ മേളിലത്തെ കോവയ്ക്ക തന്നെയാണ്. ഇവിടെ ഇപ്പോൾ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് കുറേ കായ്ക്കും, പിന്നെ കുറച്ച് അവധി എടുക്കും, പിന്നെ വീണ്ടും അത് താഴേന്ന് കട്ട് ചെയ്ത് വിട്ടു. പക്ഷേ വീണ്ടും നന്നായിട്ട് പടർന്നു വരുന്നു. ഇപ്പോൾ കോവയ്ക്ക ഉണ്ട്. അതും ഒരു 7 എടുത്തിട്ടുള്ളൂ. ഘനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഒരു 10 കൊച്ചുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് നീളത്തിൽ. ഒരു 1/2 കപ്പ് തേങ്ങാ ചിരകിയതും, ഒരു 3 കൊച്ചുള്ളി. ഇത് ഞാൻ പച്ചടിയുടെ അരപ്പാണ്. ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം. ഇത്രയും കൂടി ഒന്ന് അരച്ചെടുക്കാം. ഇനി കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ്, ഇതെല്ലാം ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. അപ്പോൾ എണ്ണ ചൂടായി തുടങ്ങി. ഇനി ഇതിലേക്ക് കോവയ്ക്ക പീസസും അതിനോടൊപ്പം തന്നെ കൊച്ചുള്ളി, ഒരു 10-12 കൊച്ചുള്ളി വേണമെങ്കിൽ ഘനം കുറച്ച് നീളത്തിലരിയാം. വട്ടത്തിന് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇതിനെ നന്നായിട്ട് എണ്ണയിലിട്ട് വഴറ്റി നമ്മൾ ഒപ്പിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. കോവയ്ക്ക ഉള്ളിയും മുരിഞ്ഞ് തുടങ്ങി.
ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. ഈ ഒരു സ്റ്റേജിൽ ചേർത്താൽ മതി. ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കാൻ വേണ്ടി ഇച്ചിരി വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു സാധാരണ പച്ചടിയിൽ നിന്നും കുറച്ച് വ്യത്യാസം. ഒരു 1/4 ടീസ്പൂൺ. അതേ നോക്കി ഈ ഒരു പാകത്തിനായി ഏതാണ്ടൊക്കെ മൊരിഞ്ഞു. നല്ലൊരു കളർ ഡിഫറൻസ് ഉണ്ടല്ലോ, മൊരിഞ്ഞു തുടങ്ങി. ഇനി ഇതിലേക്ക് ഒരല്പം മുളക് പൊടിയും കൂടി ചേർക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി. ഇനി തീ ഒന്ന് കുറച്ചിട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇതിനകത്തേക്ക് ചേർക്കാം. ഇത് നല്ല മൊരിഞ്ഞ് റെഡി ആയിരിക്കുകയാണ്. മുളക് പൊടിയും എല്ലാം തീ കുറച്ചിട്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് അരച്ച തേങ്ങയുടെ കൂട്ട്. ഇതിലിപ്പോൾ കൊച്ചുള്ളി ഉണ്ട്, ഒരു 3 കൊച്ചുള്ളി, ഒരു 1/2 കപ്പ് തേങ്ങ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം. ഇത്രയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. എൻ്റെ ഒരു പച്ചച്ചുവ മാറുന്നത് ചെറിയ തീയിലിട്ടിട്ടൊന്ന് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചച്ചുവ മാറ്റാം. അങ്ങനെ നമ്മുടെ പച്ചടി ഈസ് ഓൾസോ റെഡി. ഇനി ഒരു കാര്യമുണ്ട്, കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി തീ ഓഫ് ചെയ്തു ഞാൻ. അത് ആ ഒരു അരപ്പിൻ്റെ പച്ചച്ചുവ മാറി. ഇനി ഒരുവിധം തണുത്ത് കഴിഞ്ഞിട്ട് നല്ല തിക്ക് കട്ടിയുള്ള തൈര് ആവശ്യാനുസരണം ഏകദേശം ഒരു കപ്പിനകത്ത് വരെ നമുക്ക് ചേർക്കാം. അത് ഇച്ചിരി ഒരു പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ താളിച്ചിടൽ. അത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? കാണാനും നല്ല ഭംഗിയുണ്ടാവും, ടേസ്റ്റും നല്ലതാണ്. കോവയ്ക്ക പച്ചടിയുടെ കൂട്ട് സെറ്റ്. ഇനി ഇതിലേക്ക് നല്ല കട്ടിയുള്ള തൈര് ഉടച്ചതും ചേർക്കാം. അത്യാവശ്യം തണുത്തിരിക്കുകയാണ്. തണുത്ത് കഴിഞ്ഞിട്ട് ചേർക്കാം. ഒരു ഓറഞ്ച് കളറാണ് നമ്മുടെ പച്ചടി. ഒരു 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ തൈരാകാം. അധികം പുളിയില്ലാത്ത തൈര്. ഒരുപാട് പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് കൂടുതലും ഒരു അല്പം കൂടി പഞ്ചസാര ചേർത്താൽ മതി. ഇതിലിപ്പോൾ പഞ്ചസാര പേരിന് വേണ്ടി ചേർത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ. നമുക്ക് വെണ്ടയ്ക്ക പച്ചടി കിച്ചടിയൊക്കെ ചെയ്യില്ല, അതുപോലെ ഇരിക്കും. അല്പം ഉപ്പും കൂടി ചേർക്കാം. ഒരല്പം പഞ്ചസാര, ഒരു 1/2 ടീസ്പൂൺ. ആ പുളി എല്ലാ കാര്യങ്ങളും ഒന്ന് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ചേർക്കുന്നത്. ഓവർ എരിവൊന്നും ഉണ്ടാവില്ല, കറക്റ്റാണ്. കുറച്ചുകൂടി എരിവാണെങ്കിൽ മുളക് പൊടിയുടെ അളവ് കൂട്ടുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ കോവയ്ക്ക എല്ലാം വറുക്കുന്ന ആ ഒരു സമയത്ത് വഴറ്റി വറുക്കുമല്ലോ, ആ സമയത്ത് ഒരു പച്ചമുളകും കൂടി അരിഞ്ഞ് ചേർത്താൽ മതി. ഉള്ളി, കോവയ്ക്ക, പച്ചമുളക്. ഇനി കുറച്ച് എണ്ണ. നമുക്കിത് പച്ചടി താളിക്കാനാണ്. വെളിച്ചെണ്ണയിൽ കടുക്, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞത്, 2-3 കൊച്ചുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് മൂപ്പിച്ചിടാം. എണ്ണ ചൂടായി തുടങ്ങി. 1 ടീസ്പൂൺ കടുക്. ഇനി കൊച്ചുള്ളി പൊട്ടിത്തുടങ്ങി. ഇനി കൊച്ചുള്ളി ചേർക്കാം. മൊരിയട്ടെ. അപ്പോൾ എണ്ണയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്താൽ മതി. 1 ടേബിൾ സ്പൂൺ മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ ആകാം. അല്ലെങ്കിൽ ഒരു 1-2 ടീസ്പൂണിലും ചെയ്യാം. ഇനി താളിക്കാതെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാകാം, ഒരു പ്രശ്നമില്ല. ഇത് കൂടുതലായിട്ട് തോന്നുന്നു ഇങ്ങനത്തെ ഒരു കുഴിയുള്ള പാത്രമല്ലേ, അപ്പോൾ അത് കുറച്ച് കുഞ്ഞ പാത്രം ആയതുകൊണ്ടാണ്. കുറച്ച് എണ്ണ ഒഴിച്ചാലും അത് ഒരുപാട് തോന്നും. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ അതാണ് എൻ്റെ ഒരു ആവറേജ്. ഞാൻ സാധാരണയായിട്ട് ഇടുന്നൊരു അളവാണ്. അപ്പോൾ കളർ മാറി തുടങ്ങി. ഈ വറ്റൽ മുളക് ഒരു 3-4 എണ്ണം, കറിവേപ്പില, യെസ്. തീ ഓഫ് ചെയ്യാം. അങ്ങനെ കോവയ്ക്ക പച്ചടിയും റെഡി. അടിപൊളിയല്ലേ? കാണുമ്പോൾ അറിയാലോ, യമ്മി യമ്മി. ഇനി ഫൈനലി, സത്യം പറഞ്ഞാൽ ഇവിടെ അച്ചാറൊക്കെ ഉണ്ട്, എങ്കിലും നമ്മുടെ ലവലോലിക്ക ഉപ്പിലിട്ടത് ഇവിടെ ഉണ്ടല്ലോ, അതിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഒരു ചമ്മന്തി കൂടെ അരയ്ക്കും. കുറച്ച് തേങ്ങ ബാക്കിയുണ്ടായിരുന്നു ഞാൻ ഈ ചെറുകയിൽ നിന്നും. അപ്പോൾ അതിൽ നിന്ന് 1 കപ്പ് തേങ്ങ, ഒരു 4 കൊച്ചുള്ളി, ഒരു പച്ചമുളക്, ഇനി കുറച്ച് ലവലോലിക്ക. നല്ല ഉപ്പ് പിടിച്ചിരിക്കുകയാണ്. നല്ല ടേസ്റ്റി യമ്മി യമ്മി. ഇതെല്ലാം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. ഒരു കാന്താരിയും കൂടി കിട്ടിയിട്ടുണ്ട് അതിനകത്ത് നിന്ന്. ഇത് 3, 4, 5, 6, 7 8 ഉണ്ട്. ആവശ്യാനുസരണം നമുക്ക് എടുക്കാം. ഒരു പച്ചമുളകും 4 കൊച്ചുള്ളി. ഇനി ഇച്ചിരി ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ട് മിക്സിയുടെ ബൗളിലിട്ടിട്ട് ഒരടി
പിന്നെ ഉപ്പിടുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിടുക, കാര്യം ഇത് ഓൾറെഡി സോൾട്ടഡ് ആണ്, ഉപ്പിൽ കിടന്നാണ് നമ്മുടെ ലെവൽ വലിക്കുക. അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി, വേണമെങ്കിൽ പിന്നെ ചേർക്കാം. മിക്സിയുടെ ബൗളിലേക്ക് മാറ്റി ഇനി ഒന്ന് അരച്ചെടുക്കാം. എന്തായി? യെസ്, ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കി. ലൈറ്റ് പിങ്ക് കളറിലുണ്ടല്ലേ, നല്ല രസമല്ലേ കാണാൻ. ഗംഭീരം. പുളിക്ക് പകരമാണ് നമ്മുടെ ലവലോലിക്ക് വരുമ്പോൾ പുളിയൊന്നും വേണ്ട വേറെ എക്സ്ട്രാ. യെസ്, റെഡി. ചമ്മന്തി. പിങ്ക്, ഓക്കെ, ബേബി പിങ്ക് നിറത്തിലെ ലവലോലിക്ക ചമ്മന്തി. സോ നൈസ്. ഇനി ഒരു പാത്രത്തിലേക്ക് ആക്കട്ടെ. എല്ലാം കറക്റ്റ് കേട്ടോ, പാകത്തിന് പുളിയും ഉപ്പും ഒക്കെ ഉണ്ട്. ഇനി ഉരുട്ടി വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ 1 കപ്പ് തേങ്ങ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആക്ച്വലി ചെറുകിയതിൻ്റെ ബാക്കി വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ചമ്മന്തിയും കൂടി ആകാം. ലവലോലിക്ക് അവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നല്ലോ, അത് കണ്ടപ്പോൾ എനിക്കൊരു മോഹം. ആയിക്കോട്ടെ. ചമ്മന്തി ബേബി പിങ്ക്, ഒരു ക്യൂട്ട് പിങ്ക് കളറിൽ കിട്ടി. സാമ്പാറിനെ ഞാൻ കുക്കറിൽ നിന്നും ഒരു ചട്ടിയിലേക്ക് മാറ്റുന്നു. നമുക്ക് മേശപ്പുറത്ത് കൊണ്ട് വയ്ക്കാൻ പാകത്തിന്. ഓക്കെ, എന്ത് ഭംഗിയായിരിക്കുന്നു സാമ്പാർ കാണാൻ. ഇതാണ് നമ്മുടെ ചൗ സാമ്പാർ. കുറേ ഉടഞ്ഞു ചേർന്നു, കുറേ കഷ്ണങ്ങളുണ്ട്. ടൊമാറ്റോ എല്ലാം അതുപോലെ തന്നെയാണ്. ചെറുപരിപ്പിലാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഒരു ഗ്യാസ് ഇഷ്യൂ ഉള്ള ആൾക്കാർക്ക്, സാമ്പാർ പരിപ്പ് കഴിക്കാൻ പറ്റാത്തവർക്കും ഇത് കഴിക്കാം. നല്ല ഹെൽത്തി. ചൗ വളരെ ന്യൂട്രിറ്റീവായിട്ടുള്ളൊരു വെജിറ്റബിളാണ്. ആൻറ്റി ക്യാൻസർ ആണെന്ന് പറയുന്നുണ്ട്. ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. എങ്ങനെ നോക്കിയാലും ഗംഭീരമാണ്. ഇത് ഇഡ്ഡലി ദോശയ്ക്കും പറ്റിയ സാമ്പാറാട്ടോ. ഒരു എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ചീനച്ചട്ടിയിൽ നിന്നും ഒരു ചട്ടിയിലേക്ക് മാറ്റുന്നു. ഇഞ്ചിത്തീയൽ. ആ തേങ്ങയുടെ കഷ്ണങ്ങളൊക്കെയാണ് ഇങ്ങനെ കിടക്കുന്നത്. തേങ്ങ ആൻഡ് ഉള്ളി. ഇഞ്ചി കാണാൻ പറ്റില്ല, കടിക്കാൻ ചിലപ്പോൾ ചെറിയ പീസ് കിട്ടിയാലായി. പക്ഷെ ടേസ്റ്റ് കംപ്ലീറ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഈ ചട്ടിയിലിട്ട് ചോറ് ഇളക്കി കഴിച്ചാൽ അതും ഗംഭീരമായിരിക്കും. എൻ്റെ ഇരുമ്പ് ചട്ടിയിൽ, ചീനച്ചട്ടി. ഓക്കെ, ടേബിളിലേക്ക് ഇതിലേക്ക് ചോറും കൂടി ഇട്ട് ഇളക്കിയിട്ടേ കഴിച്ചാൽ എന്തായിരിക്കും എന്നറിയാം. അപ്പോൾ നമ്മുടെ ലഞ്ച് റെഡി. ഉച്ചയ്ക്കുള്ള ഊണ് ഇന്ന് വൈറ്റ് റൈസാണ്. ഇത് എന്താ പറയുക, സോനാ മസൂരി റൈസാണ്. ഇപ്പോൾ അനുവിന് അതാണ് ഇഷ്ടം. അപ്പോൾ അത് കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് അതുണ്ടാകും. എന്തായാലും സോനാ മസൂരി മിക്ക ദിവസവും കൂടുതലും അനുവിന് മാത്രമായിട്ടും ഉണ്ടാക്കും, അല്ലാണ്ട് ജനറലായിട്ടും ഉണ്ടാക്കും. പിന്നെ ഇത് നമ്മുടെ ഇഞ്ചിത്തീയൽ. ഓക്കെ, നമ്മുടെ ചമ്മന്തി ലവലോലിക്ക ചമ്മന്തി പിങ്ക്. പിന്നെ ഇത് കോവയ്ക്ക പച്ചടി. ആൻഡ് ഫൈനലി സാമ്പാർ. ഇതൊരു സാധാരണ സാമ്പാറല്ല, ഇതാണ് ചൗ സാമ്പാർ. ഗംഭീരമാണ്. അങ്ങനെ കറികളെല്ലാം ചോറ് ഉൾപ്പെടെ എത്തിക്കഴിഞ്ഞു നമ്മുടെ കൊച്ചു ഡൈനിങ് ടേബിളിലേക്ക്. യെസ്, ഇനി വിളമ്പി കഴിച്ചാൽ മാത്രം മതി. എല്ലാവരും കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ എല്ലാം വിളമ്പി, നമ്മൾ ഫോട്ടോ എടുക്കണം, പിന്നെ കഴിക്കണം, അതെല്ലാം കാണിക്കണ്ടേ ടേസ്റ്റ്. അതുകൊണ്ട് തുടങ്ങുന്നു. ഓക്കെ, ഇനി പ്ലേറ്റിലേക്ക് വിളമ്പും. കുറച്ച് ചോറിടാം. യെസ്, ഈ സോനാ മസൂരി റൈസ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. വൈറ്റ് റൈസ് പൊന്നിയരിയെക്കാട്ടിലും സ്വാദാണ്. നമ്മുടെ തീയൽ, ഇഞ്ചിത്തീയൽ. ഇത്രയും തന്നെ ധാരാളമാണ് കേട്ടോ. അയ്യോ, ഇത്രയും മതി. ശരിക്കും പറഞ്ഞാൽ ഇത് മാത്രം മതി ഇത്രയും ചോറുണ്ണാൻ. മോർ ദാൻ എനഫ്. കോവയ്ക്ക പച്ചടി. ഇത് മറ്റൊരു മനോഹരമായ, ഞാൻ തന്നെ പറയുന്നു ഉണ്ടാക്കിയിട്ട്, ചമ്മന്തി. ഇച്ചിരി ആകാം. ആക്ച്വലി ഇത്രയും കറിക്ക് ഇത്രയും ചോറ് പോരാ, കുറച്ചുകൂടെ ചോറ് വേണം. പക്ഷെ ഞാനിങ്ങനെ എടുത്ത് കാണിക്കാനുള്ളൊരു ഭംഗിക്ക് എടുക്കുന്നതേ ഉള്ളൂ. സാമ്പാർ അതെ, നോക്കിക്കോളൂ. ആഹാ, ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, കറി കൂടുതലാണ്, ചോറ് കുറവാണ്. പക്ഷേ ഇത്
ജസ്റ്റ് നമ്മളൊരു തംബ്നെയിലൊരു ഫോട്ടോ എടുക്കണമല്ലോ, അതുകൊണ്ടാണ് നിറച്ച് വയ്ക്കുന്നത്. പക്ഷേ കഴിക്കാൻ ഇത്രയൊന്നും വേണ്ട. എന്നാലും ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. ചമ്മന്തി മാത്രം വെച്ച് ഞാൻ കാണിച്ചു തരാം. ഈ ചമ്മന്തി കൊണ്ട് മാത്രം വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഇത് ഇത്രയും കറിയൊന്നും വേണമെന്നില്ല. എനി 2 curries or 1 curry is okay. നല്ല പച്ച മാങ്ങ ചമ്മന്തിയൊക്കെ കഴിക്കില്ല, മാങ്ങാ ചമ്മന്തി അതിൻ്റെ മറ്റൊരു വേർഷൻ. ടേസ്റ്റി. ഇനി കോവയ്ക്ക മാത്രം കഴിക്കാം. ഞാനിങ്ങനെ സെപ്പറേറ്റ് കാണിക്കുന്നത് എന്താ വെച്ചാൽ ഓരോന്നിൻ്റെ രുചി അറിയണമല്ലോ. അതിൽ കോവയ്ക്കയുടെ പീസും കൂടെ വരും കേട്ടോ കഴിക്കുമ്പോൾ. ആഹാ, അടിപൊളി, സൂപ്പർ. കഴിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ഇഞ്ചി തീയൽ ആലോചിക്കുമ്പോൾ തന്നെ ടേസ്റ്റ് കൂടും. ഒരു രക്ഷയുമില്ല. സോ യമ്മി. ഞാൻ പറഞ്ഞല്ലോ അത് മാത്രം മതി, അല്ലെങ്കിൽ ചമ്മന്തിയും പച്ചടിയും മാത്രം മതി, ഇത് മാത്രം മതി. എന്താ സാമ്പാർ പാർട്ട്. സാമ്പാർ എൻ്റെ ഫേവററ്റ് അല്ല, എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ടേസ്റ്റ് പറയണമല്ലോ. അതിങ്ങനെ കഴിക്കുമ്പോൾ ആ ചവും കൂടി ഇങ്ങനെ കുഴച്ചിട്ട് അതപ്പോൾ ആ പീസും കൂടി ഇതിനകത്തേക്ക് മിക്സ് ആവും. ഗംഭീരം. ഇഷ്ടമാവും കേട്ടോ. തീർച്ചയായിട്ടും ഇതെല്ലാ കറിയും നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ്. എനിക്കിപ്പോൾ നിങ്ങളുടെയൊക്കെ ടേസ്റ്റ് കുറച്ചൊക്കെ അറിയാമല്ലോ, എന്തൊക്കെ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടില്ല എന്നൊക്കെ ഏകദേശം അറിയാം. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഉള്ളവർക്കും ഇഷ്ടമാണ് ഇതെല്ലാം. എങ്ങനെ ഞാൻ എന്തൊക്കെ എക്സ്പെരിമെൻ്റ് ചെയ്ത് പുതിയ കാര്യങ്ങൾ ചെയ്ത് കൊടുത്താലും ഇവിടെ ഓക്കെയാണ്. ചേട്ടനൊക്കെ ഇഷ്ടമാണ് എക്സ്പെരിമെൻ്റൽ ഐറ്റംസ്. എല്ലാവർക്കും ഇഷ്ടമാണ്, കുട്ടിക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതാണ്. പപ്പടമുണ്ട്, എടുത്തിട്ടാന്നേ ഉള്ളൂ. അച്ചാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുക. എല്ലാ കറികളും കൂടെ ഒന്നിച്ച് വേണമെന്നില്ല, വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ മാറി ഏതെങ്കിലും ഒരു കറി വിത്ത് അനദർ കോമ്പിനേഷൻ ചെയ്യാം. തീർച്ചയായിട്ടും അത് കഴിച്ച് തീർത്തോളാം. നിങ്ങളും ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ട. അപ്പോൾ കമൻറ്റ് ബോക്സിലേക്ക് വന്ന് എല്ലാം പറയണം. അപ്പോൾ ഇന്നത്തെ ദിവസം തീരുന്നില്ല, ഇനിയും കുറച്ച് കാര്യങ്ങൾ ബാക്കിയുണ്ട്. ലഞ്ച് കഴിഞ്ഞിട്ട് പുറത്തൊക്കെ പോകാനൊരു പ്ലാനുണ്ട്. ഓക്കെ, അപ്പോൾ ആ വിശേഷങ്ങളും കൂടി പങ്കുവയ്ക്കാം. അങ്ങനെ ലഞ്ച് ടൈമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. ഇന്നിപ്പോൾ അനുക്കുട്ടിയുടെ ഷോപ്പിലേക്ക് പോകാൻ, നമ്മുടെ പവില, അവിടെ ഒരു ബ്ലൗസ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിരുന്നു, അത് വാങ്ങണം. അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാനൊന്ന് കാണിക്കാം. ഓക്കെ, കൊടു. പപ്പടം കഴിച്ചിട്ടുണ്ട്. അയ്യോ, എനിക്ക് ചെറിയൊരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. ഇത് കണ്ടോ, ചെറിയൊരു തത്തമ്മയായിട്ട് എനിക്കൊരു തത്തം വെച്ചുണ്ടായിട്ട് കുടുവിൻ്റെ തല കയറി കൊണ്ടതാണ്. കുഴപ്പമില്ല, അത് ഐസൊക്കെ വെച്ചിങ്ങനെ. കുടുക്കുട്ടി ബൈ പറയും മോനെ. പപ്പടത്തിന് പപ്പോ എന്നാണ് പറയുന്നത്. ഇപ്പൊ നമുക്ക് കുടുവിനെ കൂടെ ഒന്ന് കളിക്കാനൊക്കെ ഒരു തസ്നിയുണ്ട്. തസ്നി ആസാമിന്ന് ഇറക്കുമതിയാണ്. തസ്നി ഒളിച്ചിരിക്കുന്നത്. ഹിന്ദിയാണ് കേട്ടോ, മലയാളം ഒന്നും അറിയില്ല. എന്റെ മുറി ഹിന്ദി നന്നായിട്ട് ഹിന്ദി പറയാറിയാം. നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് തസ്നിയെ കൊണ്ടുവന്നിരിക്കുന്നത്, കുടുവിന്റെ കൂടെ ഇരുന്ന് കളിക്കാനും. ഇതാണ് കസ്റ്റമേഴ്സ് വന്നിരിക്കുന്ന നടന്നു ഈ ബാക്കിലുണ്ട്. അപ്പൊ അതിനുമായിട്ട് കൺസൾട്ട് ചെയ്യാം. ഓക്കെ, തയ്ക്കാൻ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കും. ഇപ്പം സ്റ്റിച്ചിങ് എല്ലാം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ നമ്മൾ സാരീസായിരുന്നല്ലോ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് ഇവിടെ. അപ്പോൾ ഇപ്പോൾ സാരീസ് കൂടുതലും ഓൺലൈനാണ്, വെബ്സൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നതൊക്കെ ഇല്ല. അതുപോലെ ആഭരണം, ഇത് 2 വെബ്സൈറ്റ് വഴിയാണ് കൂടുതലും. ഇതൊരു ബൊട്ടീക്കായിട്ട് ഇങ്ങനെ എന്താ പറയുക, വാക്കിൻ കസ്റ്റമേഴ്സിനെക്കാട്ടിലും കൂടുതലും അങ്ങനെയാണ് വരുന്നത്. ഇതൊരു സ്റ്റോറേജും കൂടിയാണ്. ഇപ്പോൾ ഒരു ഷോപ്പ്, സ്റ്റോറ് എല്ലാം കൂടി ചേർന്നിട്ടാണ്. ഇത് എനിക്കൊരു ബോട്ട് നെക്ക് ബ്ലൗസ്, എൻ്റെ ഒരു റെഡ് ബ്ലൗസിൻ്റെ
മെഷർമെൻറ്റിലാണ് സ്റ്റിച്ച് ചെയ്തത്. ഇനി ഇത് അതൊരു കാര്യം. പിന്നെന്താ പറയുക, പിന്നെ ഇപ്പോൾ ആണ് സ്റ്റിച്ചിങ്ങിനെ കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വീണ്ടും ആദ്യം ചെയ്തുകൊണ്ടിരുന്നതാണ്, ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ആയതാണ്. കാര്യം കുഞ്ഞിൻ്റെ ഡെലിവറി ഒക്കെ ആയപ്പോൾ ഇപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു സ്റ്റിച്ചിങ്ങും. പിന്നെ എന്തൊക്കെയാണ് ഹാൻഡ് വർക്ക്, ബ്രൈഡലിൻ്റെയൊക്കെ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത്, പിന്നെ ഇപ്പോൾ ലെഹങ്ക അങ്ങനത്തെ കാര്യങ്ങളും കസ്റ്റമൈസ് ചെയ്തിട്ട് എന്ത് വേണമെങ്കിൽ ഗൗൺസോ അങ്ങനെയാണെങ്കിൽ അത് ബ്ലൗസ് ഈ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഉള്ളതും എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. നോർമൽ ഇതിപ്പോൾ ഞാൻ നോർമലാണ് കേട്ടോ, എൻ്റെ ഒരു ബോട്ട് നെക്കാണ്. നോർമൽ ഒരു ബോട്ട് നെക്ക് ബ്ലൗസ് അമ്മയ്ക്ക് ആ മെഷർമെൻറ്റ് വെച്ചിട്ട് അതേപോലെ ഒന്ന് ചെയ്ത്. അപ്പോൾ ഇവിടെ സ്റ്റിച്ചിങ് ആൾക്കാരുണ്ട്, പിന്നെ ഹാൻഡ് വർക്കിന് ആൾക്കാരുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ഇവിടെ എല്ലാം ഫുൾ എക്യുപ്ഡ് ആയിട്ടിരിക്കുകയാണ് സംഭവം. അങ്ങനെ പബ്ലിക്കകത്താണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. ഭയങ്കരമായിട്ടൊരു സ്റ്റോർ, ഒരു ബൊട്ടീക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു റോഡ് സൈഡിൽ ഡിസ്പ്ലേ ഒക്കെ ആയിട്ട് അങ്ങനെയല്ല ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷേ ഇൻ ഫ്യൂച്ചർ അതായിരിക്കും ഇത് അതിൻ്റെ ഒരു ഓരോ പടിപടിയായിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇതൊരു വർക്കിംഗ് സ്പേസും എന്താ പറയുക വർക്ക്ഷോപ്പ് പോലെയും പിന്നെ സ്റ്റോക്ക് വയ്ക്കാനുള്ള സ്ഥലവും. ഓൺലൈൻ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, വെബ്സൈറ്റ് വഴി ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സ്റ്റോക്ക് ചെയ്യാനുള്ള ആവശ്യമുണ്ട്. പിന്നെ ഒരു ഡിസ്പ്ലേ എന്നുള്ള നിലയ്ക്കാണ് ഇനി ഒരു ബൊട്ടീക്കായിട്ട് എടുക്കുമ്പോൾ അതിലേക്ക് ഇങ്ങനെ എന്താ പറയുക ഡിസ്പ്ലേയിലൊക്കെ ഇട്ടിട്ടുണ്ടാകും. അപ്പോൾ വേണമെങ്കിൽ വന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് പക്ഷേ വാക്കിങ് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. ഇവിടെ വന്നിട്ട് മെഷർമെൻറ്റ് എടുക്കാൻ നമുക്ക് വരാമല്ലോ. ഓക്കെ, അതിൻ്റെ സ്റ്റിച്ചിങ് റൂമിൽ കയറിയിരിക്കുകയാണ്. ഇവിടെയാണ് സ്റ്റിച്ചിങ് എല്ലാം നടക്കുന്നത്. ഇതാണ് അതിൻ്റെ വലിയ ടേബിൾ അല്ലേ, കട്ടിങ് ടേബിൾ. ഓക്കെ, കട്ടിംഗ് ടേബിൾ. ഈ റൂമിലെ കട്ടിംഗ് ടേബിൾ, മെഷീൻസ്, ലോക്കിംഗ് മെഷീൻസ് അതെല്ലാമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ മാസ്റ്റർ എല്ലാം ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ മെഷർമെന്റ് എല്ലാം മാസ്റ്റർ തന്നെയാണ് എടുക്കുന്നത്. ഇവിടെ ലേഡി സ്റ്റാഫ് ഉണ്ട്, പക്ഷെ എന്നാലും അവരെടുത്താലേ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ അത് കാരണം ഇതമ്മ ഒരു ധാവണി സെറ്റ് ഒരു കസ്റ്റമർ കൊണ്ടുവന്നേ. ധാവണി സെറ്റ് കൊണ്ടുവന്നിട്ട് അതിൻ്റെ സ്കേർട്ട് സെമി സ്റ്റിച്ചാണ്. ഇതിൽ വർക്ക് വേണ്ട, കാരണം കസവ് വരുന്നുണ്ട്. അപ്പോൾ ഇല്ലാണ്ട് സ്റ്റിച്ച് ചെയ്താൽ ഇത് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടിരിക്കുക. ഇതൊരു കസ്റ്റമറിന് വേണ്ടിയിട്ട്. ഇത് ഗ്യാദേഴ്സ് ആണ്. ഇതിൻ്റെ നെക്കിൻ്റെ അവിടെ ഇങ്ങനെ ഗ്യാദേഴ്സ് പോലെ വന്നിട്ട് ഇത് റയോൺ, അതെ പാറ്റേൺ കസ്റ്റമർ തന്നെ തന്നതാ. അപ്പോൾ ആ പാറ്റേൺ നോക്കിയിട്ട് അത് സ്ലീവ്ലെസ് ആയിരുന്നു, പക്ഷേ അവർക്ക് സ്ലീവ് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഗ്യാദേഴ്സ് വെച്ചിട്ട് ഇതിൻ്റെ ബാക്കിൽ സിബ് ഉണ്ട്, ഇൻവിസിബിൾ സിബാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഫുൾ ഒരു കുർത്ത. ഇത് അതെ വർക്കിംഗ് സ്പേസ് എന്ന് പറയുമ്പോൾ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ വരുമ്പോൾ കുറച്ച് മെസ്സി ആയിട്ടേ കിടക്കുള്ളൂ, നീറ്റായിട്ട് വയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. മുതലാളിയുടെ കസ്റ്റഡിയിൽ ഞാൻ ഇരിക്കുകയാണ്. അനുവിന്റെ പവിലയിൽ വന്നിരിക്കുന്നു. അനുവിന്റെ എന്താ പറയുക സ്റ്റിച്ചിങ് ഞാൻ അങ്ങനെ എപ്പോഴും വരാറില്ലല്ലോ. അനു പക്ഷേ ഇവിടെയാണ് വരുന്നത്. ഞാൻ കൂടുതൽ സമയം വീട്ടിൽ കുടുംബങ്ങളുമായിട്ടല്ലേ. ഇത് ഞങ്ങൾ കുടുംബങ്ങളോട് കൂടിയാണ് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ മെഷർമെന്റ് ഒക്കെ ഒന്നുകൂടി ഞാൻ എടുത്തിട്ടുണ്ട്. കാര്യം ഇതുവരെ മെഷർമെന്റ് വെച്ചിട്ടല്ല സ്റ്റിച്ച് ചെയ്യുന്നത് അല്ലേ. അമ്മയുടെ ഒരു 2x2 ബ്ലൗസ് എനിക്ക് തന്നത്. പിന്നെ ഓരോ മെഷർമെന്റ് അനുസരിച്ചിട്ട് ഇത് നമ്മൾ ബ്ലൗസ് ഇടുമ്പോൾ അതിന്റെ അളവിന് ചെറിയൊരു ഡിഫറൻസ് തരും. അപ്പൊ ഇനി പല പല പാറ്റേൺ ഒക്കെ എനിക്ക് ചെയ്തു തരാന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഞാൻ പല ബ്ലൗസുകളൊക്കെ ഇട്ട് നടക്കുന്നത്. നല്ല പുതിയ പാറ്റേൺസ് വർക്കും എല്ലാം നമുക്ക് ചെയ്ത് എടുക്കുന്നത് പുതിയതായിട്ട്. അപ്പോൾ ഇത് അങ്ങനെ ഒരു ഡിസ്പ്ലേ ആയിട്ട് നമ്മൾ ഇട്ടിട്ടില്ല, കാരണം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നാളാവുന്നേ ഉള്ളൂ. ഇപ്പോൾ എല്ലാം ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മാസ്റ്റേഴ്സിൻ്റെയും എല്ലാം. അപ്പോൾ ഇപ്പം നമുക്ക് നല്ലൊരു മാസ്റ്റർ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല പീസസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ട് ആവശ്യമുള്ളവർ അതെ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കോൾ ചെയ്താലും മതി. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ നമ്പർ ഇതിൽ കൊടുക്കാം, വീഡിയോയിൽ കൊടുക്കുന്നുണ്ടാവും വാട്സാപ്പ് നമ്പർ. അപ്പോൾ അതിൽ വിളിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൊക്കേഷൻ കറക്റ്റ് നിങ്ങൾക്ക് ഇട്ട് തരും. അപ്പോൾ ഈഞ്ചക്കിലാണ്, ശരിക്കും പറഞ്ഞാൽ ഈഞ്ചക്കിലാണ് അക്ഷരവീതിയിലെ പഴയ ഐസ് ഫാക്ടറിയുടെ ചിലപ്പോൾ ലൊക്കേഷൻ തെറ്റിച്ചുകൊണ്ട് ചിലപ്പോൾ ലൊക്കേഷൻ നെറ്റിൽ നമ്മുടെ കിടക്കുന്ന ലൊക്കേഷൻ കറക്റ്റ് ആക്യുറേറ്റ് ലൊക്കേഷൻ അല്ല. അപ്പോൾ അത് കുറെ കസ്റ്റമേഴ്സ് അങ്ങനെ വിളിച്ച് പറഞ്ഞായിരുന്നു. അവര് വേറെ സ്ഥലത്ത് നിന്നിട്ടാണ് നമ്മളെ വിളിച്ചത്. അപ്പൊ നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ നിങ്ങൾക്ക് ഇട്ട് തരാം. അപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് ഈ അക്ഷരവീതി ലൈനിൽ വരാൻ പറ്റും.
അങ്ങനെ വരിക അതെ അതെ അതെ. നമ്മുടെ പവില വെബ്സൈറ്റ് റണ്ണിങ് ആണ്, ആഭരണത്തിന്റെ വെബ്സൈറ്റും റണ്ണിങ് ആണ്. അതിൽ നിങ്ങൾക്ക് സാരീസും ഓർണമെന്റ്സ് എല്ലാം നിങ്ങൾക്ക് ആ ഇതിൽ നിന്ന് മേടിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് പരമായിട്ടുള്ള എന്ത് റിക്വയർമെന്റ്സും നമ്മുടെ വാട്സാപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് നമുക്ക് ഡിസ്കസ് ചെയ്ത്, ഇപ്പൊ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ബഡ്ജറ്റ് ഒക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്തതിന് ശേഷം കസ്റ്റമൈസ് ചെയ്തത് എത്ര രൂപ മാക്സിമം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും ആ ഒരു ഡ്രസ്സിന് വേണ്ടി പറഞ്ഞാൽ അതനുസരിച്ചിട്ടുള്ള മെറ്റീരിയലും പാറ്റേണും അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. അടിപൊളി. അങ്ങനെ അനുകുട്ടിയുടെ സംരംഭം ഇനി ഗംഭീരമായിട്ട് വരട്ടെ. നമ്മളെല്ലാവരും എന്താ പറയാ, നിങ്ങളുടെയും എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ എൻ്റെ വീട്ടിലേക്കാണ് പോയത്. കാര്യം അനുക്കുട്ടിയെയും മോളെയും ഡ്രോപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. എനിക്ക് വീണ്ടും പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമുണ്ട്. കാര്യം ഇന്ന് കുറേ ദിവസം കൂടിയിട്ട് എനിക്ക് കുറേ ജോലി തീർക്കണം എന്നുള്ള ദിവസം കൂടിയായിരുന്നു. വൈകുന്നേരം, അതായത് ഒരു 5 മണിക്ക് മുന്നേ 1-2 സ്ഥലത്ത് എത്തേണ്ട ആവശ്യമുണ്ട്. അതായത് 2-3 ബാങ്കിൽ പോയി കുറച്ച് പെൻഡിങ് വർക്കാണ്, അതെല്ലാം കുറച്ച് സിഗ്നേച്ചേഴ്സ് വേണമെന്ന് പറഞ്ഞു. എന്നെ 2-3 ബാങ്കിൽ നിന്ന് ഇങ്ങനെ വിളിച്ചോണ്ടേ ഇരിക്കുന്നു. അപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ന് ആ കാര്യങ്ങളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാങ്കിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, തിരിച്ചിനി വീട്ടിലേക്ക് പോകുന്നു. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.